സർക്കാർ ഔദ്യോഗികമായിട്ട് മന്ത്രിസഭാ സമ്മേളനത്തിൻ്റെ യോഗ തീരുമാനങ്ങളെല്ലാം തന്നെ വിശദീകരിക്കാനായിട്ട് ഇറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളെ പറ്റി പോലും അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഫംബിൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതല്ല മന്ത്രി ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഈ യോഗ തീരുമാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ഈ യോഗ തീരുമാനത്തിൽ എഴുതിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ടീകോമിന് നഷ്ടപരിഹാര തുക നൽകും. അത് എത്രയാണെന്ന് തീരുമാനിക്കാനായിട്ട് നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് വാല്യുവേറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വ്യക്തമായിട്ട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം, ഈ കരാർ പ്രകാരം നഷ്ടപരിഹാരം എന്നുള്ള ഒരു സംഭവത്തിനെ പറ്റി അവരെങ്ങും തന്നെ ആ കരാറിൽ പറയുന്നില്ല. എന്ന് വെച്ചാൽ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ ഇൻപുട്ട് കോസ്റ്റ് തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ആ പദ്ധതി മൂലം അല്ലെങ്കിൽ ആ പദ്ധതിയിലുള്ള മറ്റൊരു പാർട്ടി മൂലം അവർക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു തുക അവർക്ക് നൽകുന്നതിനാണ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ നഷ്ടപരിഹാരം എന്ന് പറയുക. അപ്പോൾ ആ രീതിയിലത്തേക്ക് ഒരു വ്യവസ്ഥ ഇതിൽ പറയാതിരിക്കുമ്പോൾ അങ്ങനെ ഒരു നഷ്ടപരിഹാര തുക കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കോൺട്രാക്റ്റിൽ പറയാത്തൊരു കാര്യം നടത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഇതിൽ തന്നെ പറയുന്നത് പരസ്പര ധാരണയോടെ ഒരു പിന്മാറ്റ നയം രൂപീകരിക്കും എന്നാണ്. അതിനുള്ള പ്രൊവിഷനും ഇതിലില്ല. അങ്ങനെ ഒരു എക്സിറ്റ് പോളിസി ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയും ഇതിൽ പറയുന്നില്ല. പകരം ഇതിൽ പറയുന്നതാണ്, ആർബിട്രേഷനിലേക്ക് പോവുകയാണെങ്കിൽ ആർബിട്രേറ്റർമാരെ എങ്ങനെ തീരുമാനിക്കണം, ഇൻഡിപെൻഡൻറ്റ് ആർബിട്രേറ്ററെ അവരെങ്ങനെ തീരുമാനിക്കും തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്ലോസുകളാണ് അതിൽ പിന്നീട് വരുന്നത്. അപ്പോൾ ഈ കരാറിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നീട് 2 കമ്മിറ്റികളെയൊക്കെ തന്നെ ഇവിടെ രൂപീകരിച്ച് അതിൽ തന്നെ ചീഫ് സെക്രട്ടറി ഒക്കെ ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ വന്ന് തീരുമാനം ആദ്യമേ തന്നെ എടുക്കുകയും ചെയ്തു. അതായത് കേരള സർക്കാർ ഈ കമ്പനിക്ക് ടീകോമിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തതിന് ശേഷം പിന്നീട് എന്തോ ശുപാർശ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ കമ്മിറ്റി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ പോലും ക്ലാരിറ്റി ഇല്ല. എന്തായിരിക്കും അവരുടെ ടൈംസ് ഓഫ് റെഫറൻസ്? കാരണം ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ്. ഒന്ന്, സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. 2, ആ തുക എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂവറെ അവർ അപ്പോയിൻറ്റ് ചെയ്യാനും പോവുകയാണ്. പിന്നീട് മറ്റ് ഈ സമിതികളുടെയൊക്കെ തന്നെ റെലവൻസ് എന്താണ് എന്നതിനെപ്പറ്റി എനിക്കറിയില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിൻ്റെ ഈ ക്ലോസ് ഇന്ന് മന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്ന 722 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലോസാണ്. ആ 722 എന്ന് പറയുന്ന ഒരു ക്ലോസിൽ ടീകോമിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുന്ന ഏകപക്ഷീയമായിട്ടുള്ള നടപടികളെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ടീകോമിന് എന്തൊക്കെ നടപടികൾ ഏകപക്ഷീയമായി സ്വീകരിക്കാൻ കഴിയും എന്നാണ്. ഇവിടെ 2 പാർട്ടികളുടെയും ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട്. അതുപ്രകാരം സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇനിഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ അവർക്ക് നൽകണം. എന്തെങ്കിലും അപ്രൂവൽ വേണമെങ്കിൽ അത് നൽകണം. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോളിസികളിൽ ഇടപെടണമെങ്കിൽ ആ കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യണം. ഒപ്പം അതിൽ വെള്ളം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പല ഘട്ടങ്ങളുടെ പൂർത്തീകരണത്തിനനുസരിച്ച് നൽകണം. അപ്പോൾ അതിൽ തന്നെ സർക്കാരിൻ്റെ പല ഘട്ടങ്ങളിൽ വന്നിരിക്കുന്ന വിശദീകരണങ്ങൾ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗങ്ങളിലുള്ള തീരുമാനങ്ങൾ, മുമ്പ് നിയമസഭയിൽ പല സാമാജികരും ചോദിച്ചിരുന്ന ചോദ്യങ്ങളുടെ മറുപടിയായിട്ട് വകുപ്പ് മന്ത്രിമാർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇതിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല. 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഉണ്ടായിരുന്ന അവസാന നിയമസഭാ സമ്മേളനത്തിൽ പോലും ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു വീഴ്ചയും ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അന്ന് IT കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. തന്നെയുമല്ല, അദ്ദേഹം കിൻഫ്രയെ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. അതേപോലെ തന്നെ KSEBയെ വൈദ്യുതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ അവിടെ പറയുന്നുമുണ്ട്. അപ്പോൾ കോൺട്രാക്ച്വലി സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ സർക്കാർ എന്തിനാണ് മറ്റൊരു പാർട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കോൺട്രാക്ച്വലായിട്ടുള്ള ഒബ്ലിഗേഷൻസ് എല്ലാം ടീകോം നിറവേറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്തായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്? 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് സ്പേസ് ഉണ്ടാക്കുക. അതിൽ തന്നെ 62 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് സ്പേസ് എന്ന് പറയുന്നത് ITES കമ്പനികൾക്ക് മാത്രമായിട്ട് നൽകുക. ഇതുവഴി 90,000 തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് 10 വർഷം കഴിയുമ്പോൾ ഇത് ഉണ്ടായിരിക്കണം എന്നാണ് വ്യവസ്ഥ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ 2017 ഇനി അഥവാ 2011 അവർ തുടങ്ങിയെന്ന് പറഞ്ഞാൽ പോലും 2021 ആകുമ്പോഴേക്കും, കാരണം എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള നമ്മുടെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടെങ്കിൽ ആനുപാതികമായിട്ടുള്ള എക്സ്റ്റൻഷൻ അവർക്ക് കൊടുക്കണം. എങ്കിൽ പോലും 3 വർഷം മുമ്പെങ്കിലും ഇവർ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് തന്നെയല്ല, ഈ വിഭാവനം ചെയ്തിരിക്കുന്നതിൻ്റെ 10% മാത്രം അല്ലെങ്കിൽ 10% താഴെ മാത്രം സ്പേസാണ് 2016 പൂർത്തിയായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് യാതൊരു പുരോഗതിയും കഴിഞ്ഞ 8 വർഷമായിട്ട് അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിയമസഭകളിൽ പല IT മന്ത്രിമാർ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മുമ്പുണ്ടായിരുന്ന ശ്രീ കുഞ്ഞാലിക്കുട്ടിയും അടക്കം പറഞ്ഞിരിക്കുന്ന മറുപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. എങ്കിലും വീഴ്ച വന്നിരിക്കുന്നത് ടീകോമിനാണ്. ടീകോമിനാണ് എങ്കിൽ ഈ 722 പറഞ്ഞിരിക്കുന്ന 3 ക്ലോസുകളുണ്ട്.
ആ 3 ക്ലോസുകളിൽ ഏതെങ്കിലും ഒരെണ്ണമോ ഒന്നിലധികമോ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഏകപക്ഷീയമായിട്ടുള്ള അവകാശം സംസ്ഥാന സർക്കാരിനാണ്. അതിലിപ്പോൾ മന്ത്രി ശ്രീ രാജീവ് പറയുന്നതനുസരിച്ച് ബിയും സിയുമാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബിയിൽ പറഞ്ഞിരിക്കുന്ന നഷ്ടപരിഹാരമല്ല എങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് അവിടെയാണ്. നമ്മൾ വളരെ ലളിതമായിട്ട് ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ ഭൂമിയുടെ വിലയെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്, അത് ഫ്രീസ് ചെയ്തിരിക്കുന്നതാണ് 91 കോടി രൂപ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വലിയ വാല്യുവേഷൻ്റെ ഒന്നും വ്യത്യാസം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നില്ല, ഫിക്സ്ഡ് ആണ്. പക്ഷേ നമ്മൾ പുറത്തു നിന്നൊരു ഇവാലുവേറ്ററെ കൊണ്ടുവന്നിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സംസ്ഥാന സർക്കാരിന് 16%, ടി-കോമിന് 84%. അപ്പോൾ അവരുടെ ഓഹരി നമ്മൾ വാങ്ങാനായിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതാണ് അവർക്ക് കൊടുക്കുന്ന പണം. ഇന്ന് മന്ത്രി വിശദീകരിച്ചതുപോലെ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് കോൺസെപ്റ്റ് ഇതാണ്. കൊച്ചിയിൽ IT-ക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കണ്ണായ സ്ഥലത്ത് 246 ഏക്കറിൽ ഒരു പ്രോപ്പർട്ടി, അതിലൊരു ജോയിന്റ് വെഞ്ചർ നടക്കുന്നു. ആ ജോയിന്റ് വെഞ്ചറിൽ 84% എന്ന് പറയുന്ന മെജോറിറ്റി ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരാളിൻ്റെ ഷെയറിന് ഇന്ന് എന്താണ് മതിപ്പ് വില? അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് വാല്യൂവർ അതിന് കൊടുക്കുന്ന വില എത്രയാണ് എന്ന് വെച്ചാൽ ആ വില കൊടുത്തിട്ട് നമ്മളിത് വാങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സംഭവിക്കുക, ടി-കോം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണത്തിനേക്കാളും ഇന്നതിനുള്ള വാല്യുവേഷൻ, ഇന്നത്തെ വാല്യുവേഷൻ കണക്കാക്കാനാണല്ലോ ഈ വാല്യുവേറ്ററെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഇതൊരു വളരെ വളരെ വലിയ തുകയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തുക കൊടുത്തിട്ട് ഇതിനെ ബൈ ഔട്ട് ചെയ്യുന്നതുകൊണ്ട് സർക്കാരിന് എന്താണ് ഗുണം? മറിച്ച് ഇതിലെ എ എന്ന് പറയുന്ന ക്ലോസും സിയും കൂടെ ഒന്നിച്ച് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സർക്കാർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? സർക്കാരിൻ്റെ കയ്യിലുള്ള 16% ഉണ്ട്. ശരി, എന്നാൽ ആ 16% നിങ്ങൾ വാങ്ങൂ ഈ വാല്യുവേറ്ററെ വെച്ചിട്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ എല്ലാ ഇൻപുട്ട് കോസ്റ്റുകളും എല്ലാ കോസ്റ്റുകളും റിക്കവർ ചെയ്യാൻ സി ഉപയോഗിക്കുകയും ഒപ്പം എ എന്ന് പറയുന്ന ക്ലോസ് അനുസരിച്ച് സർക്കാർ മുടക്കിയിരിക്കുന്ന 16%-നെ ഇന്നത്തെ വിലയ്ക്കനുസരിച്ച് വാല്യുവേറ്റ് ചെയ്തതിന് ശേഷം അത് വാങ്ങാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഈ പദ്ധതിയും ഇല്ലാതെയാകും. കാരണം എ ക്ലോസിൽ പറയുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രോജക്റ്റ് വിൽ ബി അബാൻഡൻഡ്. പിന്നെന്ത് സ്മാർട്ട് സിറ്റി? പ്രോജക്റ്റ് അവിടെ ഇല്ല. 2 ഡെവലപ്മെന്റ് ഓഫ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നതും അബാൻഡൻ ചെയ്യും. അപ്പൊ പിന്നെ ആ സ്ഥലത്തിന് പിന്നെ വേറെ സാങ്കത്യമില്ല, സ്ഥലം മറ്റൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചോദ്യം.